പേടിഎമ്മിന്റെ കഷ്ടകാലം വിട്ടുമാറുന്നില്ല. 6 മ്യൂച്വൽ ഫണ്ടുകൾ പേടിഎമ്മിന്റെ ഉടമയായ 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു കടന്നു. അതേസമയം ഫെബ്രുവരിയിലെ 6 ഓഹരികൾ കുത്തനെ കുറച്ചു. സമ്പൂർണമായി പറഞ്ഞ 380 കോടി രൂപ മൂല്യമുള്ള 91 ലക്ഷത്തിലധികം ഓഹരികൾ MFകൾ വിറ്റു. RBIയുടെ നിയന്ത്രണ നടപടികൾ മൂലം സ്റ്റോക്കിൽ ഗണ്യമായ ഇടിവുണ്ടായതിനെ തുടർന്നാണ് ഈ നീക്കം. നിലവില് 18 മ്യൂച്വൽ ഫണ്ടുകൾ 1426 കോടി രൂപ മൂല്യമുള്ള പേടിഎം ഓഹരികൾ കൈവശം വെക്കുന്നു. ജനുവരിയിലെ 24 മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് 3384 കോടി രൂപ മൂല്യം ഇതിൽ നിന്ന് കുറഞ്ഞു. മഹീന്ദ്ര മനുലൈഫ് മ്യൂച്വൽ ഫണ്ട് 15.16 ലക്ഷം ഓഹരികൾ, ക്വാന്റ് മ്യൂച്വൽ ഫണ്ട് 6.13 ലക്ഷം ഓഹരികൾ, ബജാജ് ഫിൻസർവ് മ്യൂച്വൽ ഫണ്ട് 2.1 ലക്ഷം ഓഹരികൾ, ജെഎം ഫൈനാൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് 1.67 ലക്ഷം ഓഹരികൾ, യൂണിയൻ മ്യൂച്വൽ ഫണ്ട് 1.15 ലക്ഷം ഓഹരികൾ, ബറോഡ BNB പരിബാസ് മ്യൂച്വൽ ഫണ്ട് 17,000 ഓഹരികൾ എന്നിവയാണ് പേടിഎം സ്റ്റോക്കിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവലിഞ്ഞത്. 13 കോടി രൂപ മൂല്യമുള്ള 27.14 ലക്ഷം ഓഹരികളുമായി മോത്തിലാൽ ഒസ്വാൾ MF മ്യൂച്വൽ ഫണ്ട് വിൽപ്പന നടത്തിയത്. ആദിത്യ ബിർള സൺ ലൈഫ്, മഹീന്ദ്ര മനുലൈഫ് MF എന്നിവ 63 കോടി രൂപയുടെ 15 ലക്ഷത്തിലധികം ഓഹരികളും വിറ്റു. UTI, ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ, ക്വാന്റ്, നിപ്പോൺ എന്നിവയുൾപ്പെടെ മറ്റ് മ്യൂച്വൽ ഫണ്ടുകളും യഥാക്രമം 47 കോടി, 29 കോടി, 26 കോടി, 16 കോടി രൂപ മൂല്യമുള്ള ഓഹരികൾ ഓഫ്ലോഡ് ചെയ്തു. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഒരു കാരണമായിട്ട് പറയാവുന്നത് പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ ലൈസൻസ് അസാധുവാക്കുന്നത് രാജ്യത്തെ സെൻട്രൽ ബാങ്കും ഫൈനാൻഷ്യൽ റെഗുലേറ്ററുമായ റിസർവ് ബാങ്ക് പരിഗണിക്കുന്നുവെന്ന വാർത്തയാണ് ഓഹരി മൂല്യത്തിലെ ഇടിവിന് കാരണമായത്. ഇത് പേടിഎമ്മിന് ഗുരുതരമായ നിയന്ത്രണ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനൊപ്പം തന്നെ ഈ പിഴവുകളിൽ നിശ്ചിത പരിധിക്ക് അപ്പുറമുള്ള ഇടപാടുകളും ഉൾപ്പെടുന്നതായും ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകൾ വളരെയധികം ഉയർത്തുന്നതായിട്ടും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കമ്പനിയോ അതിന്റെ സ്ഥാപകനോ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ഏജൻസിയുടെ അന്വേഷണത്തിലല്ലെന്ന് പേടിഎമ്മിൽ നിന്നുള്ള ഉറപ്പുകൾ ഉണ്ടായിരുന്നിട്ടും നിക്ഷേപകരുടെ ആശങ്കകൾ നിലനിൽക്കുന്നു. നിയന്ത്രണ പ്രശ്നങ്ങളുടെ വെളിച്ചത്തിൽ കമ്പനിയുടെ ഭാവി സാധ്യതകളെയും സ്ഥിരതയെയും കുറിച്ച് നിക്ഷേപകർക്ക് അനിശ്ചിതത്വമുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. അതായത് ഒരിക്കൽ ആഘോഷിക്കപ്പെട്ട ഫിൻടെക് സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ പേടിഎം വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് പ്രസ്താവന സൂചിപ്പിക്കുന്നു. വിജയകരവും നൂതനവുമായ ഒരു കമ്പനിയിൽ നിന്ന് നിയന്ത്രണപരവും പ്രവർത്തനപരവുമായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്ന ഒന്നിലേക്കുള്ള ധാരണയിലെ മാറ്റത്തെ ഇത് സൂചിപ്പിക്കുന്നു. പേടിഎമ്മിനെ സംബന്ധിച്ച് ഏകദേശം 100 മില്യൺ നോ യുവർ കസ്റ്റമേഴ്സ് KYC കസ്റ്റമേഴ്സ് ആണ് ബാങ്കിനുള്ളത്. ഏകദേശം 300 മില്യൺ വാലറ്റ് യൂസേഴ്സും 17% വിപണി വിഹിതവും ഫാസ്ടാഗിലും പേടിഎമ്മിനുണ്ട്. ഒപ്പം 30 മില്യൺ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സും ബാങ്കിനുണ്ട്. ഇതിനു മുമ്പ് 2022 മാർച്ചിലാണ് ആദ്യമായിട്ട് RBI പേടിഎം ബാങ്കിന് ഇത്തരത്തിലൊരു പുതിയ ഉപഭോക്താക്കളെ ആഡ് ചെയ്യുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. തുടർച്ചയായി വീഴ്ചയും കാര്യമായ ആഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള തരത്തിൽ വായ്പകൾ നൽകുന്ന പ്രവണത കാണിക്കുന്നതും പേടിഎം തുടർന്നിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വായ്പ നൽകുന്ന വ്യക്തികളുടെ തിരിച്ചടവ് ശേഷി പോലുള്ള ക്രൈറ്റീരിയ ഒന്നും പരിഗണിക്കാതെ വായ്പകൾ നൽകി തുടങ്ങിയതാണ് പ്രതിസന്ധിയായത്. ഇതിനെ തുടർന്ന് കർശനമായ നടപടി RBI എടുക്കുകയാണ് ചെയ്തത്. അതിനാൽ തന്നെ PPBLന്റെ ബിസിനസ് ആക്ടിവിറ്റികളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നു. ഈ അടുത്ത കാലത്ത് പേടിഎം അവരുടെ BNPL അഥവാ ബൈ നൗ പേ ലേറ്റർ പ്രവർത്തനങ്ങൾ കുറയ്ക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നതായിരുന്നു. പേഴ്സണൽ മെർച്ചന്റ് വായ്പകൾ നൽകുന്നതിലാകും കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് അറിയിച്ചിരുന്നത്. അതിനാൽ തന്നെ സ്വാഭാവികമായും ഇങ്ങനൊരു നിയന്ത്രണം സീരിയസ് ആയി ഒരു കൺസേൺ തന്നെ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ പിൻവലിയലെല്ലാം നിക്ഷേപകരുടെ ഒക്കെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം ഒപ്പം തന്നെ പേടിഎം, ഫോൺപേ, ഭാരത് പേ തുടങ്ങിയ പേടിഎം പേയ്മെന്റ് സൊല്യൂഷൻസിന്റെ ഒപ്പം ഒരു ജിയോ ഫിനാൻസിന്റെ ജിയോ സൗണ്ട് ബോക്സും അരങ്ങത്തെത്തുന്നുണ്ട്. വോയിസ് അലേർട്സ് ഉപയോഗിച്ചിട്ട് പേയ്മെന്റുകൾ സ്ഥിരീകരിക്കുന്നതിനാണ് ജിയോ സൗണ്ട് ബോക്സ് എന്ന പുതിയ സൊല്യൂഷൻ നിർമ്മിച്ചിരിക്കുന്നത്. പേടിഎം, ഫോൺപേ, ഭാരത് പേ തുടങ്ങിയ മറ്റ് കമ്പനികൾ ഇതിനകം വാഗ്ദാനം ചെയ്യുന്നതിന് സമാനമായ ആശയം തന്നെയാണിത്. ജിയോ സൗണ്ട് ബോക്സ് സൃഷ്ടിക്കുന്നത് ജിയോ പേയ്മെന്റുകൾക്കുള്ള ഒരു വലിയ നീക്കമാണ്. കാരണം ഇത് അവരുടെ പേയ്മെന്റ് ഓപ്ഷനുകളുടെ ശ്രേണി വിപുലീകരിക്കാൻ സഹായിക്കുന്നു. നിലവിൽ പേയ്മെന്റ് ഗേറ്റ്വേകൾ, സ്റ്റോറുകളിൽ പണമിടപാടുകൾ നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിനുള്ള പ്ലാറ്റ്ഫോം, ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാറ്റ്ഫോം എന്നിവ പോലുള്ള കാര്യങ്ങൾ അവരും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ പുതിയ ഉപകരണം അവരുടെ ലൈനപ്പിലേക്ക് കൂട്ടിച്ചേർക്കുകയും ആളുകൾക്ക് പണം അടയ്ക്കാനുള്ള മറ്റൊരു മാർഗം നൽകുകയും ചെയ്യുന്നു. ജയ്പൂർ, ഇൻഡോർ, ലക്നൌ തുടങ്ങിയ ചെറിയ നഗരങ്ങളിൽ ജിയോ സൗണ്ട് ബോക്സ് പരീക്ഷിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടും പറയുന്നത്. ഇപ്പോൾ
ഒരു വലിയ നഗരങ്ങളിലേക്ക് ജിയോ സ്റ്റോറുകളിലും സൗണ്ട് ബോക്സ് കണ്ടെത്താൻ കഴിയുമെന്നതിനാൽ പരിശോധനകൾ നന്നായിട്ട് നടന്നതായിട്ടും തോന്നുന്നുണ്ട്. QR കോഡ് ഉപയോഗിച്ച് കടകൾക്ക് പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു മാർഗമായും ഈ ഉപകരണം പ്രവർത്തിച്ചേക്കാം. 2024 അവസാനത്തോടെ സൗണ്ട് ബോക്സ് പുറത്തിറക്കാനാണ് ജിയോ പേയ്മെന്റ്സും പദ്ധതിയിടുന്നത്. ജിയോ ഫിനാൻസിന്റെ പറയുകയാണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ ഇത്രയും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പേയ്മെന്റ് സ്പേസിലുള്ള പേയ്മെന്റ് സൊല്യൂഷൻസിന് പ്രത്യേകിച്ച് പണി കിട്ടിക്കൊണ്ടേയിരിക്കുന്ന പേടിഎമ്മിനും എങ്ങനെ എത്രത്തോളം ബാധിക്കുമെന്നും ഇനി കണ്ടറിയണം. ഇനി തിരിച്ച് നമ്മൾ പേടിഎമ്മിലോട്ട് വരികയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അനലിസ്റ്റുമാർ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ആനുവൽ എബിഡയിൽ 300 മുതൽ 500 കോടി വരെയുള്ള ഒരു വേൾഡ് കേസ് സിനാരിയോ ആണ്. പേടിഎമ്മിൽ അനലിസ്റ്റുമാരുടെ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തിടെ മക്വറി 197 കമ്മ്യൂണിക്കേഷൻസിന്റെ ഓഹരികളെ തരം താഴ്ത്തിയിരുന്നു. ടാർഗറ്റ് പ്രൈസ് 650 രൂപയിൽ നിന്ന് 275 രൂപയായിട്ട് കുറച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേയ്മെന്റ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ ധനസമ്പാദനത്തിനും ബിസിനസിനും ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ അപകട സാധ്യതയാണ് അനലിസ്റ്റ് സുരേഷ് ഗണപതിയും ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ ടാർഗറ്റ് വില മുൻ ക്ലോസിംഗിന്റെ ഒരു വിലയേക്കാളും 33% കുറവായിട്ടാണ് പറയുന്നത്. കുറഞ്ഞ പേയ്മെന്റുകളും വിതരണ വരുമാനവും കാരണം വരുമാനത്തിൽ 60 മുതൽ 65% ഇടിവ് പ്രതീക്ഷിക്കുന്നതായിട്ടും അനലിസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കൂടാതെ ഫിനാൻഷ്യൽ 2025 എസ്റ്റിമേറ്റ് ചെയ്യുന്ന നഷ്ടം 170%, ഫിനാൻഷ്യൽ 2026 എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 40% നഷ്ടം വർദ്ധിക്കുമെന്നാണ്. ബ്രോക്കറേജ് ഫേമായ ജെഫ്രീസും ഈ സംഭവ വികാസങ്ങൾ കൊണ്ട് പേടിഎമ്മിന് ഡൗൺഗ്രേഡ് ചെയ്ത് ഒരു റിപ്പോർട്ടുണ്ട്. കൂടാതെ മറ്റ് അനലിസ്റ്റുമാരും ഇതേ റിപ്പോർട്ട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ജെഫ്രീസിനെ സംബന്ധിച്ച് പേടിഎമ്മിന് മേലുള്ള RBIയുടെ ശക്തമായ നിയന്ത്രണങ്ങൾ കമ്പനി വളരെ മോശമായിട്ട് ബാധിക്കുമെന്നും അത് കമ്പനിക്ക് സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കുമെന്നും ജെഫ്രീസ് അഭിപ്രായപ്പെടുന്നു. വാലറ്റുകൾ, പേയ്മെന്റുകൾ എന്നിവയിലെ പ്രശ്നങ്ങൾ കാരണം വരുമാനത്തിന്റെ ഏകദേശം 30 മുതൽ 35% നേരിട്ട് എബിഡയിൽ അത് ബാധിക്കപ്പെട്ടേക്കാം. കൂടാതെ വായ്പ നൽകുന്ന പങ്കാളിത്തവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രശസ്തിയിൽ 20 മുതൽ 25% അധിക സ്വാധീനവും ഉണ്ടായേക്കാം. അതിനാൽ തന്നെ ഇത് ലാഭക്ഷമത കൈവരിക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കും. ഡിസംബർ പാദത്തിൽ പേടിഎം 221 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷനുകൾ ഒഴികെ പേയ്മെന്റ് വരുമാനത്തിൽ 10 മുതൽ 13% കുറവും വായ്പാ വരുമാനത്തിൽ 20 മുതൽ 30% കുറവും പേയ്മെന്റ് മാർജിനുകളിൽ ഞെരുക്കം എന്നിവയിലെ മൂലം 2025-2026 സാമ്പത്തിക വർഷങ്ങളിലെ പേടിഎം പ്രതീക്ഷിക്കുന്ന വരുമാനം ജെഫ്രീസ് 55% കുറച്ചിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ജെഫ്രീസ് ബൈ റേറ്റിംഗിൽ നിന്നും കമ്പനിയുടെ ഓഹരികൾ അണ്ടർ പെർഫോം ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്യുകയും 500 രൂപ എന്ന ടാർഗറ്റ് പ്രൈസ് കട്ട് ചെയ്ത് 350 രൂപ എന്ന ടാർഗറ്റ് പ്രൈസ് ബ്രോക്കറേജ് ഫേം നൽകുകയും ചെയ്തു. JP മോർഗൻ റിപ്പോർട്ട് അനുസരിച്ച് കമ്പനിയുടെ പ്രോഫിറ്റ് പൂളിനും ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനും ഒരു റിസ്ക് ഉള്ളതിനാൽ സ്റ്റോക്കിന് ഡൗൺഗ്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ബ്രോക്കറേജ് നേരത്തെ 600 രൂപ എന്ന ടാർഗറ്റ് പ്രൈസ് വെച്ചിരുന്നത് ഇപ്പോൾ കട്ട് ഓഫ് ചെയ്തിട്ട് 325 രൂപ എന്ന നിലയിലേക്ക് താഴ്ത്തിയിട്ടുണ്ട്. CLSA 750 രൂപ എന്ന ടാർഗറ്റ് പ്രൈസ് കട്ട് ചെയ്ത് 330 രൂപ എന്ന നിലയിലുമാക്കിയിട്ടുണ്ട്. എന്നാലും ബൈ റെക്കമെൻഡേഷൻ തന്നെയാണ് ഓഹരികൾക്ക് CLSA നൽകുന്നത്. എന്നാൽ അതിന്റെ കൂടെ തന്നെ അവർ ഓഹരി വിലയിൽ ഒരു നിയർ ടേം വാലറ്റിലിറ്റി മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അതിനൊപ്പം തന്നെ കമ്പനിയുടെ എബിഡ മുൻ എസ്റ്റിമേറ്റ്സുകളെയൊക്കെ നോക്കുകയാണെങ്കിലും തരം താഴ്ത്തിയിട്ടുണ്ട്. നിലവിൽ ഫൈനാൻഷ്യൽ 2026-27 വർഷങ്ങളിൽ 20%, 24% മാത്രമായിരിക്കുമെന്നും രേഖപ്പെടുത്തി. 7% മാത്രമാണ് GMV ഗ്രോത്തും എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. JM ഫിനാൻഷ്യൽസും ആക്സിസ് സെക്യൂരിറ്റീസും സെൽ റെക്കമെൻഡേഷൻ തന്നെയാണ് തുടരുന്നത്. ഇതിനാൽ എല്ലാം തന്നെ നിലവിലെ സാഹചര്യത്തിൽ അനലിസ്റ്റുകളും കോഷ്യസ് ആയ ഒരു സ്റ്റാൻസ് തന്നെയാണ് സ്വീകരിക്കുന്നത്. RBIയുടെ നടപടി മൂലം 300 മുതൽ 500 കോടി രൂപയുടെ ഒരു എബിഡയിൽ ഇടിവുണ്ടാകുമെന്ന് തന്നെയാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ IPO പ്രൈസായ 2150 രൂപയിൽ നിന്ന് 75% ഇടിവിലാണ് ഓഹരികൾ വിപണിയിലുള്ളത്. ഇന്ന് ഓഹരികൾ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഫെബ്രുവരി 16 318 രൂപ എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. ഇന്ന് തുടക്ക വ്യാപാരത്തിൽ 370 രൂപ എന്ന നിലവാരത്തിൽ വ്യാപാരം ആരംഭിച്ചെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളുടെ പിൻവാങ്ങൽ വാർത്തയെ തുടർന്ന് വീണ്ടും ഒരു ഇടിവാണ് പേടിഎമ്മിന്റെ ഓഹരികളിൽ കാണുന്നത്. ഇന്നൊരു ഇൻട്രാഡേ ലോ ആയിട്ട് 350 രൂപ എന്ന നിലവാരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഇനി ടെക്നിക്കൽസ് നോക്കുകയാണെങ്കിൽ പേടിഎമ്മിന്റെ ഒരു 5 days സിമ്പിൾ മൂവിംഗ് ആവറേജ് നോക്കുമ്പോൾ 380 രൂപയും 10 days സിമ്പിൾ മൂവിംഗ് ആവറേജ് 396 രൂപയും 20 days സിമ്പിൾ മൂവിംഗ് ആവറേജ് 391 രൂപയും എന്നതിനേക്കാളും എല്ലാം വളരെ താഴ്ന്നാണ് നിലവിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫിബോനാച്ചി റീട്രേസ്മെന്റ് പ്രകാരം കരുതിയിരിക്കേണ്ട ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ റെസിസ്റ്റൻസ് 384-ഉം തുടർന്ന് 390-ഉം 398 രൂപയും എന്നിവയാണ്. പ്രധാന സപ്പോർട്ടായിട്ട് പരിഗണിക്കേണ്ടത് 362 രൂപയും തുടർന്ന് 354-ഉം 340-ഉം എന്ന നിലയിലാണ്.
ചുരുക്കത്തിൽ ഈ വിശകലനങ്ങൾ പേടിഎം നേരിടുന്ന വെല്ലുവിളികൾക്ക് അടിവരയിടുന്നു. ഇത് കമ്പനിയുടെ ഒരു സാമ്പത്തിക പ്രകടനത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന് അനലിസ്റ്റുമാർ വ്യക്തമായി സൂചിപ്പിക്കുന്നു. കൂടാതെ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് ഭരണപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യവും അവർ എടുത്തു പറയുന്നു.